അത്യുന്നതനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 2025 പരിശുദ്ധ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ് തോമസ് ധ്യാന മന്ദിരത്തോട് ചേർന്ന് നിന്ന് ദൈവവചനത്തെ ശ്രോഷിപ്പാൻ, ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. 2024 വരെ ഈ ലോകത്ത് ജീവിച്ചവർ അനേകർ മൺമറഞ്ഞ് മാറ്റപ്പെട്ടപ്പോഴും ഒരിക്കൽ കൂടെ അവൻ്റെ വചനവുമായി ഈ പരിശുദ്ധാലയത്തിൽ ആയിരിക്കാനും ദൈവവചനം പ്രസംഗിപ്പാനും ദൈവം എനിക്ക് തന്ന ഭാഗ്യപദവിയെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് സമൂഹത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ എവിടെയും പരാജയങ്ങളുടെ പട്ടിക നിരത്തുന്ന മനുഷ്യ സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ബിസിനസ്സിൽ പരാജയം, കുടുംബജീവിതങ്ങളിൽ പരാജയം, ഔദ്യോഗിക രംഗത്ത് പരാജയം, ഇതുപോലെ എല്ലാ മേഖലകളിലും പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാം. എന്നാൽ പരാജയ കാരണം കണ്ടെത്തി പരിഹരിക്കേണ്ട മനുഷ്യൻ അതിൽ നിന്ന് പിന്മാറി പല മേഖലകളിലേക്കും മാറിപ്പോവുകയാണ്. ദൈവസന്നിധിയിൽ ഏത് പരാജയത്തെയും വിജയകരമാക്കി തീർക്കുവാൻ സാധിക്കുമെന്ന് വചനം പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കേണ്ടതായിത്തീരും. എന്നാൽ പരാജയങ്ങൾ നേരിടുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ അത് മുഖാന്തരമായി തീരുകയില്ല. ജീവിതം എത്രമാത്രം കരുപിടിപ്പിച്ചാലും എത്രമാത്രം കെട്ടിപ്പടുത്താലും അതിന് ഒരുപക്ഷെ പരാജയങ്ങൾ സംഭവിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 25-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ മനോഹരമായ ഒരു പാത്രം പോലെ വീഴുമെന്നാണ്. പാത്രം മനോഹരമാണ്, അത് വീണാൽ അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്, നിങ്ങൾ മനോഹരമായ ഒരു പാത്രം പോലെ വീഴും. നിങ്ങളുടെ ജീവിതത്തിലും അധപ്പതനം സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിലും പോരായ്മകൾ കടന്നു വരും, നിങ്ങളുടെ ജീവിതത്തിലും അപജയങ്ങൾ നേരിട്ടേക്കാം, പല മേഖലകളും നിങ്ങളെ പരാജയപ്പെടുത്തിയേക്കാം. അതാണ് ഈ വാക്യത്തിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് ഓർപ്പിക്കട്ടെ. നിങ്ങൾ മനോഹരമായ ഒരു പാത്രം പോലെ വീഴും. പാത്രം മനോഹരമായിരുന്നു, പക്ഷേ താഴെ വീണാൽ അത് പൊട്ടി, അത് ഉടഞ്ഞു പോകും. എന്നാൽ ഉടഞ്ഞതിനെ പുതുക്കി പണിയുന്ന, നന്നായി മെനയുന്ന, മാനപാത്രമാക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു എന്നറിയുമ്പോഴാണ് നമ്മുടെ അപജയങ്ങളെല്ലാം വിജയങ്ങളാക്കി മാറ്റുവാൻ ഇടയായി തീരുകയുള്ളൂ. ഇന്ന് അനേകർ അപ്രകാരമുള്ള പരാജയം ഏറ്റവും വാങ്ങിക്കൊണ്ട് പിന്മാറാൻ കാരണം മഹാന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: അനേകർക്ക് വെളിച്ചം കിട്ടി, പക്ഷേ ജീവൻ പ്രാപിച്ചില്ല. വീണ്ടും പറയുന്നു, അനേകർക്ക് എഴുതപ്പെട്ട വചനം കിട്ടി, പക്ഷേ മനുഷ്യനായി ദൈവം ജഡം ധരിച്ച് ഭൂമിയിൽ വന്ന് യേശുവിനെ അനേകർക്ക് കിട്ടിയില്ല. ഇതാണ് അനേകരുടെ ജീവിതത്തിലെ പരാജയത്തിന് കാരണമെന്നും നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനിടയായിത്തീരും. മറ്റൊരു ഭാഗത്തേക്ക് കടന്നു വന്ന് അപജയത്തിൻ്റെ കാരണം നമുക്കൊന്ന് പരിശോധിക്കാം. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നു, എന്തുകൊണ്ട് വീഴ്ചകൾ സംഭവിക്കുന്നു, എന്തുകൊണ്ട് തകർന്നടിഞ്ഞു പോകുന്നു, കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിന് 1-2 വാക്യം 2 മുതൽ വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്: എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, പ്രബോധനം കൈക്കൊണ്ടില്ല, യഹോവയിൽ ആശ്രയിച്ചില്ല, ദൈവത്തോട് അടുത്തു വന്നില്ല. അപ്പോൾ ജീവിതത്തിൽ ഏത് മേഖലകളിലെയും പരാജയത്തിൻ്റെ മുഖ്യ കാരണം ഇതാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വാക്ക്
കേട്ടു പക്ഷെ അനുസരിച്ചില്ല. 2, പ്രബോധനം കേട്ടു, അത് കൈക്കൊണ്ടില്ല. 3, യഹോവയിൽ ആശ്രയിച്ചില്ല. 4, ദൈവത്തോട് അടുത്തു വന്നില്ല. അവനവൻ്റെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നവരാണോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരും. ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചവനേ അനുഗ്രഹമുള്ളൂ. അനുസരിക്കാത്തവനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനം അനുസരിക്കാത്ത മനുഷ്യനെ ഉപമിച്ചിരിക്കുന്നത് മണലിന്മേൽ വീട് പണിത മനുഷ്യനെ പോലെയാണെന്നാണ്. അടിസ്ഥാനമിടാതെ ഉറപ്പുള്ള പാറയിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടേണ്ടതാണ് ഭവനങ്ങൾ, വീടുകൾ. എന്നാൽ ഇവിടെയാകട്ടെ വചനം അനുസരിക്കാത്ത മനുഷ്യനെ ഉപമിച്ചിരിക്കുന്നത് അടിസ്ഥാനമിട്ട് പണിയപ്പെടാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ്. അടിസ്ഥാനമിട്ട് പണിയപ്പെടാതിരുന്നാൽ പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചാൽ, പെരുമഴ പെയ്താൽ, വൻ കാറ്റടിച്ചാൽ, ചുഴലിക്കാറ്റടിച്ചാൽ, സുനാമി കടന്നു വന്നാൽ ഈ മണലിന്മേൽ പണിതിരിക്കുന്ന ഭവനം അത് തകർന്നടിഞ്ഞ് താറുമാറായി പോകുവാൻ അതിടയായിത്തീരും. അപ്പോൾ അനുസരിക്കാത്തവൻ്റെ ജീവിതം അപ്രകാരം തകർന്നടിയുമെന്നാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. എന്നാൽ അബ്രഹാമാകട്ടെ ചരിത്രം പരിശോധിക്കുമ്പോഴറിയാം, വചനത്തെ അപ്പാടെ അനുസരിച്ചവരാണ്. എത്രമാത്രം ഭാരമേറിയതാണ് ദൈവം തന്നോട് സംസാരിച്ചതെങ്കിലും, ദൈവം സംസാരിച്ച കാര്യം അത് വേദനാജനകമാണെങ്കിലും, അതൊരിക്കലും സഹിക്കാൻ പറ്റാത്തതാണെങ്കിലും അബ്രഹാം അത് ശിരസ വഹിച്ചു. അക്ഷരം പ്രതി അവനത് നിവർത്തിച്ചു, അനുസരിച്ചു. അത് അബ്രഹാമിന് അനുഗ്രഹമായി മാറി. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചില്ല എന്നതാണ്. നേർവഴിക്ക് നടക്കാൻ, നേർപാതയിൽ സഞ്ചരിപ്പാൻ ദൈവം നമ്മോട് പറയുമ്പോഴും ഇത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് ഗമിക്കുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ പലപ്പോഴും നിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, അതാണ് എൻ്റെ അപജയത്തിന് കാരണമെന്ന് എനിക്ക് ബോധ്യമാകുന്നു. രണ്ടാമത്തേലേക്ക് കടന്നു പിടിക്കുക, പ്രബോധനം കൈക്കൊണ്ടില്ല. എന്താണ് പ്രബോധനം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ബോധത്തെ ഉണർത്തുന്നതാണ് പ്രബോധനം. പല കാര്യങ്ങളും നമ്മൾ അജ്ഞരാണ്, പല കാര്യത്തെക്കുറിച്ച് അഗാധമായിരിക്കുന്ന അറിവില്ലാത്തവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മൾ പ്രബോധനം കേൾക്കുമ്പോൾ അത് അനുസരിച്ച് അത് കൈക്കൊണ്ട് അപ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. എത്രയെത്ര പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ്, എത്രയെത്ര ധ്യാന മന്ദിരത്തിൽ പോയി ധ്യാനം കൂടിയവരാണ്, അനേക പ്രാവശ്യം പ്രാർത്ഥനാ യോഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടതാണ്, ആയിരക്കണക്കിന് പ്രാവശ്യം ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും ഉരുവിട്ടതാണ്. എന്നിട്ടും ദൈവം നമ്മെ പ്രബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടെ ദൈവദാസന്മാർ നമ്മെ പ്രബോധിപ്പിക്കുന്നത് അത് കൈക്കൊള്ളാൻ മനസ്സില്ലാത്തവരായി പോവുകയാണ്. അപ്പോൾ വചനം കൈക്കൊള്ളാൻ മനസ്സില്ലാത്തവർ അപജയത്തിൻ്റെ വക്കിലാണ്. മാത്രമല്ല, വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മുള്ളിനിടയിൽ വീണപ്പെട്ട വിത്ത് തുല്യമാണ്. അത് മുളയ്ക്കും, പക്ഷേ മുള്ള് അതിനെ ഞെരുക്കി കളയും. അപ്പോൾ അവിടെയും മനുഷ്യന് അപജയം സംഭവിക്കുകയാണ്. കാരണം ദൈവത്തിൽ നിന്ന് കേട്ട, ദൈവദാസന്മാരിൽ നിന്ന് കേട്ട ബോധത്തെ ഉണർത്തുന്ന പ്രബോധനം അവൻ കൈക്കൊണ്ടില്ല, അവൻ സ്വീകരിച്ചില്ല എന്നതാണ്. മൂന്നാമത്തെ കാരണം പറഞ്ഞാൽ, യഹോവയിൽ ആശ്രയിച്ചില്ല. സ്വയം ആശ്രയത്തിൽ മുമ്പോട്ട് കടന്നു പോവുകയാണ്. ഇന്ന് സ്വയത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നവരുണ്ട്, സമ്പത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, സ്ഥാനമാനങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട്, ഉന്നതമായിരിക്കുന്ന ഉദ്യോഗത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്.
കഴിവിൽ ആശ്രയിക്കുന്നവരുണ്ട്. എന്നാൽ അവിടെ ഒന്നും വിജയത്തിലേക്ക് നമ്മെ നയിക്കുകയില്ല. എത്രമാത്രം സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് വിജയത്തിലേക്ക് നയിക്കണമെന്നില്ല. എന്നാൽ വിജയത്തിലേക്ക് കടക്കാനുള്ള പടിയാണ് ദൈവാശ്രയ ബോധം. ദൈവത്തിൽ ആശ്രയിക്കാതെ ഇഹത്തിലെ പലരിലും ആശ്രയിച്ച അനേക മനുഷ്യരെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരു മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മുടിയനായിരിക്കുന്ന പുത്രനെ കുറിച്ച് നമ്മൾ വിശുദ്ധ വചനത്തിൽ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. അവിടെ മുടിയനായിരിക്കുന്ന പുത്രനൊന്നും രേഖപ്പെടുത്തിയില്ലെങ്കിലും വേദശാസ്ത്ര ലോകത്ത് മനുഷ്യൻ്റെ ഭാഗത്ത് വിശേഷിപ്പിക്കുന്ന മുടിയനായിരിക്കുന്ന പുത്രൻ എന്നാണ്. അദ്ദേഹം അപ്പൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച പണമെല്ലാം സ്വരുക്കൂട്ടി അന്യദേശത്തേക്ക് യാത്രയായി. അപ്പോൾ അതുവരെ അവൻ്റെ ആശ്രയം അപ്പൻ തന്ന പണത്തിലായിരുന്നു. അപ്പൻ്റെ സമ്പത്ത് വിറ്റ് കിട്ടിയ സ്വത്തിൽ അവൻ ആശ്രയിച്ചു. അങ്ങോട്ട് കടന്നുപോയി. അവൻ്റെ ജീവിതം പരാജയമായി. അപജയത്തിൻ്റെ പടുവഴിയിൽ അവൻ എത്തിപ്പെട്ടപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, എനിക്ക് വിജയം നേടാൻ സാധിക്കുമോ എന്നവൻ ചിന്തിച്ചു പോയി. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ കഷ്ടം നിറഞ്ഞപ്പോൾ, വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, ജീവിതത്തിലെ സകല മേഖലകളിലും അവൻ പരാജയപ്പെട്ടപ്പോൾ അവൻ ഇങ്ങനെയാണ് വചനം വായിക്കുന്നത്, ദേശത്തിൽ ഒരു പൗരനിൽ ആശ്രയം വെച്ചു. അപ്പോൾ അവൻ ആശ്രയിച്ചത് ദേശത്ത് ഒരു പൗരനിലാണ്, ഒരു മനുഷ്യനിലാണ്. സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് 118:8, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി കിടക്കുമ്പോഴും മറ്റുള്ള മനുഷ്യരിൽ കാര്യസാധ്യത്തിന് വേണ്ടി ആശ്രയിക്കുന്നവർ അവർ പരാജയത്തിൻ്റെ പടുകുഴിയിലാണ്. എന്നാൽ മനുഷ്യനിൽ ആശ്രയിച്ച മനുഷ്യൻ അവനെ എവിടെ ചെന്നാണ് എത്തിയത്? അവന് പന്നിക്കൂട്ടിലേക്ക് പോകാൻ അവന് അവസരം ഒരുക്കിയത്. അപ്പോൾ മനുഷ്യനെ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് വിജയത്തിലേക്ക് കടക്കാൻ സാധ്യമായി തീരത്തില്ല. മാത്രമല്ല, വീണ്ടും അഴുക്ക് ചാലുകളിലേക്ക് നയിക്കപ്പെടാനേ അത് മുഖാന്തരമായി തീരുകയുള്ളൂ. അപ്പോൾ ഇവിടെ മുടിയനായ പുത്രൻ മനുഷ്യനെ ആശ്രയിച്ചു. പന്നിക്കൂടായിരുന്നു അവൻ്റെ അഭയസ്ഥാനം. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യനിൽ ആശ്രയിക്കരുത് എന്ന്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തനം 62:8 വാക്യം, എല്ലാ കാലത്തും ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. എല്ലാ കാലത്തും നന്മയുടെ കാലമുണ്ട്, സന്തോഷത്തിൻ്റെ കാലമുണ്ട്, സമൃദ്ധിയുടെ കാലമുണ്ട്, ഇല്ലായ്മയുടെ കാലമുണ്ട്, വല്ലായ്മയുടെ കാലമുണ്ട്, കണ്ണുനീരിൻ്റെ കാലമുണ്ട്. എല്ലാം ജീവിതത്തിൽ സമ്മിശ്രമായി കടന്നു വരും. സുഖദുഃഖ സമ്മിശ്രമാണ് മനുഷ്യ ജീവിതം. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നു, നീ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കണം. സന്തോഷകാലത്ത്, സമൃദ്ധിയുടെ കാലത്ത്, ഇല്ലായ്മയുടെ കാലത്ത്, കണ്ണുനീരിൻ്റെ കാലത്ത്, രോഗത്തിൻ്റെ സമയത്ത്, ആരോഗ്യത്തിൻ്റെ സമയത്ത്, എല്ലാ സമയത്തും ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ ദൈവം പറയുമ്പോഴും മനുഷ്യനിൽ ആശ്രയിക്കുന്നത് മനുഷ്യരിലാണ്. അതുകൊണ്ട് വിജയത്തിൽ കടന്നു വരുവാൻ സാധ്യമായി തീരുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്. ചിലരാകട്ടെ സ്വയത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. എനിക്ക് പണമുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് വലിയ സന്നാഹം എൻ്റെ പിറകിലുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ചാണ് പറയുന്നത് സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവരെന്ന്. വിശുദ്ധ വചനത്തെ കടന്നു വരുമ്പോൾ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച ഒരു മനുഷ്യനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും മല്ലനായ ഗോലിയാത്താണ്. ഗോലിയാത്ത് അവൻ സാധാരണ ജനത്തെ അവന് പുച്ഛമാണ്. കാരണം അവൻ്റെ പൊക്കവും വണ്ണവും തൂക്കവും എല്ലാം വിശ്വവചനത്തിൽ അതൊന്നും വിശദീകരിക്കാൻ സമയമില്ലല്ലോ. എന്നാൽ കേവലം പയ്യനായിരിക്കുന്ന ചെറിയവനായിരിക്കുന്ന ദാവീദ് അവൻ ആശ്രയിച്ച ദൈവത്തിലാണ്. ഗോലിയാത്ത്
ദാവീദിനെ വെല്ലുവിളിച്ചു. ദാവീദിനെ വിളിച്ചത് നായെന്ന. നീ എൻ്റെ അടുക്കൽ വരാൻ ഞാനൊരു നായാണ്. പരിഹസിച്ചവൻ, സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചവൻ, എത്ര മനുഷ്യൻ വന്നാലും എൻ്റെ മുന്നിൽ എന്നെ നേരിടാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് സ്വയത്തിൽ അഹങ്കരിച്ചാശ്രയിച്ച ഗോലിയാത്ത്. നിസ്സാരനായിരിക്കുന്ന ദാവീദ്, പയ്യനായിരിക്കുന്ന ദാവീദ് അവൻ ദൈവത്തിൽ ആശ്രയം വെച്ചു. അവൻ കാനനത്തിലേക്ക് കടന്നു പോകുമ്പോൾ കയ്യിൽ കവണിയും കല്ലും കരുതാറുണ്ട്. അവൻ അങ്ങനെ കരുതിയ കവണയുണ്ട് കയ്യിൽ. അവൻ്റെ പൊക്കണത്തിൽ 5 കല്ലും അവനെടുത്തിട്ടു. തൻ്റെ നേരെ വന്ന് മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ വകവരുത്തുവാൻ. ഗോലിയാത്ത് പ്രിയമുള്ളവരെ പരാക്രമശാലിയായി നിൽക്കുകയാണ്. ആരുണ്ട് എന്നെ പരാജയപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാനോ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ നേരെ വരുന്നു. അപ്രകാരം അവൻ ദൈവത്തിൽ ആശ്രയം വെച്ച് തൻ്റെ പൊക്കണത്തിൽ കരുതിയിരിക്കുന്ന ഒരു കല്ല്, മിനുസമുള്ള കല്ല് കയ്യിലെടുത്തു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കവണയിൽ വെച്ച് തൊടുത്തു വിട്ടത് ലക്ഷ്യം തെറ്റാതെ ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിൽ പതിച്ചു ദൈവത്തിൻ്റെ വചനം. അവൻ അവിടെ പിടഞ്ഞു വീഴുവാൻ ഇടയായിത്തീർന്നു. സ്വയത്തിൽ ആശ്രയിച്ചാൽ അപകടമാണെന്ന് ഞങ്ങളും കണ്ടു. ഇവിടെയും ആകട്ടെ, സ്വയത്തിൽ ആശ്രയിച്ച് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച ഗോലിയാത്ത് നിസ്സാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പാകെ പിടഞ്ഞു വീഴാൻ ഇടയായിത്തീർന്നു. അപ്പോൾ 2 വ്യക്തികളെ ഞാൻ നിങ്ങളും പരിചയപ്പെട്ടു. ഒന്ന്, മനുഷ്യനിൽ ആശ്രയിച്ചവൻ. 2, സ്വയത്തിൽ ആശ്രയിച്ചത്. മൂന്നാമതൊരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അഹശ്വേരോസ് രാജാവിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഹാമാൻ. ഏറ്റവും വലിയ പദവി അവന് കൊടുത്തു. രാജാവിൻ്റെ ഒപ്പം ഇരിക്കാനുള്ള അനുവാദവും അവനുണ്ട്. അവൻ വിചാരിച്ചു, ഈ രാജ്യത്ത് എന്നെ രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയവൻ ഞാനാണ്. അവൻ സ്വന്തത്തിൽ അവൻ്റെ സ്ഥാനമാനത്തിൽ അവൻ ആശ്രയിച്ചു. എന്നാൽ ഇവിടെയാകട്ടെ മൊർദെഖായി അവൻ ആശ്രയിച്ച് സ്വന്തം കഴിവിലല്ല, അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. മൊർദെഖായി ദൈവത്തിൽ ആശ്രയിച്ചു. എന്നാൽ ഇവിടെയാകട്ടെ ഹാമാൻ തൻ്റെ സ്ഥാനത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതം അവനൊരുക്കിയ കഴുമരത്തിന്മേൽ അവസാനിച്ചു. എന്നാൽ മൊർദെഖായി അവൻ്റെ സന്തതികളും മാത്രമല്ല, മൊർദെഖായും അവൻ്റെ വംശം മുഴുവനും, ചുരുക്കത്തിൽ യഹൂദ ജനം മുഴുവനും രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഒരുവൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവൻ്റെ രക്ഷയ്ക്ക് അത് മുഖാന്തരമായി തീർന്നു. അവൻ്റെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് അത് മുഖാന്തരമായി തീർന്നു. അവൻ്റെ വംശത്തിൻ്റെ രക്ഷയ്ക്ക് അത് മുഖാന്തരമായി. എന്നാൽ ഉന്നത സ്ഥാനത്തെ അലങ്കരിച്ചിരുന്ന ഹാമാനാകട്ടെ തൻ്റെ ഉന്നതമായിരിക്കുന്ന പദവിയിൽ, ഉന്നതമായിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ അവൻ ആശ്രയിച്ചു. അവൻ്റെ ജീവിതം കഴുമരത്തിന്മേൽ അവസാനിച്ചു. നമ്മൾ ഒരിക്കലും സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കരുത്. ഞാനിരിക്കുന്ന കസേരയിൽ നാളെ മറ്റൊരുത്തന് ഇരിക്കേണ്ടതാണെന്നുള്ള ചിന്ത നമുക്കുണ്ടായിരുന്നാൽ അത് അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ ഓർപ്പിച്ച് ഇത്തരണത്തിൽ മുമ്പോട്ട് കടന്നു പോവുകയാണ്. ഇവിടെ ഹാമാൻ വിചാരിച്ചു, അവൻ്റെ ആയുസ് മുഴുവൻ തലമുറയ്ക്ക് കൈമാറിയും ഈ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു ഹാമാൻ. എന്നാൽ ഇവിടെയാകട്ടെ ദൈവത്തിൽ ആശ്രയിച്ച മൊർദെഖായി അവൻ്റെ സമൂഹം അത് സന്തോഷത്തിന് ഇടയായി തീർന്നു എന്ന് പറയേണ്ടയായി. മാത്രമല്ല അവൻ്റെ സമൂഹം, അവൻ്റെ വംശവും ദൈവസന്നിധിയിൽ അറിയപ്പെടുവാൻ ഇടയായി തീരുകയും ചെയ്തു. മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. എന്തുകൊണ്ടാണ്
അപ്പോൾ 3 വ്യക്തികളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി. സ്വയത്തിൽ ആശ്രയിച്ചവരും, പണത്തിൽ ആശ്രയിച്ചവരും, സ്ഥാനമാനങ്ങളിൽ ആശ്രയിച്ചവരും. അവരെല്ലാം പരാജിതരായി. അവരുടെ ജീവിതം അപജയമായിരുന്നു. എന്നാൽ അത് വിജയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കിന്ന് ചിന്താവിഷയം. എന്നാൽ ഇന്ന് തീരുമാനിച്ചു കൊള്ളണം, ദൈവമേ, നിന്നാൽ അസാധ്യമായതൊന്നുമില്ല. ഞാൻ ആശ്രയിക്കേണ്ടത് നിന്നിലായിരുന്നു. ഞാൻ കേൾക്കേണ്ടത് നിൻ്റെ പ്രബോധനം കൈക്കൊള്ളേണ്ടത് നിന്നിൽ നിന്ന് കേട്ട പ്രബോധനമാണ്. നിൻ്റെ വചനത്തെ ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എനിക്കും അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായി തീരുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആകാശത്തിന്മേലും ഭൂമിമേലും സമുദ്രത്തിന്മേലും അധികാരമുള്ളവനിൽ നാം നിത്യം ആശ്രയിക്കണം. അവൻ മറ്റാരുമല്ല, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, അവനിൽ നമുക്ക് ആശ്രയം വെച്ചാൽ പരാജയം സംഭവിക്കത്തില്ല. അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കാൽ അവനിൽ നിത്യം ആശ്രയിച്ച് ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ, നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കാൻ, പരാജയങ്ങളെ വിജയമാക്കി തീർക്കാൻ അത് നമുക്ക് ഓരോർക്കും സാധിക്കും എന്നുള്ളത് ദൈവവചനം പഠിക്കുന്ന ഏവർക്കും മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. മറ്റൊരുത്തനിൽ നിന്നും നമുക്ക് വിജയം നേടിയെടുക്കുവാൻ സാധ്യമായി തീരത്തില്ല. വിജയം കരസ്ഥമാക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. പരാജയപ്പെട്ടവനെ അല്ല നാം പിന്തുടരേണ്ടത്. എല്ലാ വിഷയങ്ങളിലും ലോകത്തെ ജയിച്ചവൻ, സമൂഹത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, അവനെ നോക്കി മുമ്പോട്ട് കടന്നു പോയാൽ വിജയം സുനിശ്ചിതമാണ്. അവനിൽ പരാജയം അല്പം പോലുമില്ല. അതുകൊണ്ട് അവനെ പിൻപറ്റുന്നവരെയും അവൻ പരാജയത്തിലേക്ക് തള്ളിവിടുകയില്ല. അവൻ വിജയത്തിലേക്ക് കരം പിടിച്ചുയർത്തും. പരാജയപ്പെട്ടവൻ്റെ പിന്നാലെ ആര് കടന്നു പോയിട്ടുണ്ടോ അവരെല്ലാവരും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. നമുക്ക് പ്രിയമുള്ള നോക്കാൻ ഒരിടമുണ്ട്, കാണാനൊരു ഒരുവനുണ്ട്, ശ്രദ്ധിക്കാൻ ഒരുവനുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് സമസ്തം ഏൽപ്പിച്ചു കൊടുത്താൽ, അവനിൽ ആശ്രയിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്ക് ഏത് പ്രതികൂല ഘട്ടത്തിലും വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ, വിജയകരമായിരിക്കുന്ന കുടുംബജീവിതം, വിജയകരമായിരിക്കുന്ന ഔദ്യോഗിക ജീവിതം, വിജയകരമായിരിക്കുന്ന സാമൂഹ്യ ബന്ധങ്ങൾ, ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പ്രിയമുള്ള, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇപ്രകാരം ഞാൻ പറഞ്ഞ് സംഗ്രഹിക്കാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് വിജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. വിജയിക്കണമോ? ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കണം. 2 പ്രബോധനം കൈക്കൊള്ളണം. 4 ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. 4 ദൈവത്തോട് അടുത്തു വരണം. പ്രിയമുള്ളവരെ, ദൈവത്തോട് അകന്നു നിന്നാൽ അതും അപകടമാണ്. ദൈവത്തോട് അകന്നു നിന്ന ഒരു മനുഷ്യനാണ് കർത്താവിനോട് കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവൻ. അവൻ അകലം വിട്ടു ചെന്ന പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസ് അകലം വിട്ട് കടന്നു ചെന്നവനാണ്. എന്താണ് സംഭവിച്ചതെന്നും നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. പത്രോസ് അകലം വിട്ട് സഞ്ചരിച്ചതുകൊണ്ട് അവൻ കർത്താവിനെ തള്ളി പറയാൻ അത് മുഖാന്തരമായി തീർന്നു. പത്രോസ്, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 54-ാമത്തെ വാക്യം അത് വായിക്കുന്നുണ്ട്. പത്രോസ് ദൈവത്തോട് അടുത്തു വന്നില്ല. ഇവിടെ കുറ്റം നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ ദൈവത്തോട് അടുത്തു വന്നില്ല. ദൈവത്തോട് അടുത്തു വന്നാൽ വിജയം സുനിശ്ചിതമാണ്. അകന്നുപോയാൽ പരാജയം. എന്താണ് സംഭവിച്ചത്? അവൻ കർത്താവിനെ തള്ളിപ്പറയടയായി തീർന്നു, കള്ളസാക്ഷ്യത്തിനിടയായി തീർന്നു. അവൻ പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ ആ മനുഷ്യനെ അറിയത്തേയില്ലെന്നാണ്. കള്ളസാക്ഷ്യമല്ലേ കൂടെ നടന്നവനാണ്. കർത്താവിൻ്റെ കൂടെ അവൻ നടക്കുന്നത് ആയിരങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴെല്ലാം കർത്താവിനോടുകൂടെ പത്രോസുണ്ട്. എന്നിട്ടും പത്രോസ് പറയുകയാണ്, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ലെന്ന്. അതുകൊണ്ട് അകലം വിട്ട് ചെല്ലേണ്ടവരല്ല ഞാനും നിങ്ങളും. ദൈവത്തോടടുത്ത് വരുമ്പോൾ ദൈവം നമ്മോട് അനുഗ്രഹമായി അടുത്ത് വരും, നമ്മെ അനുഗ്രഹിക്കും, അപജയങ്ങളെ
വിജയമാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. നമുക്കെല്ലാവർക്കും ഒരുപോലെ പറയാൻ നമുക്കിടയായിത്തീരണം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനാൽ ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഈ ജയം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവരും വിജയത്തിലേക്ക് കടന്നു വരട്ടെ. പരാജയപ്പെടാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിജയിച്ചൊരു ജീവിതം, വിജയകരമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം, വിജയകരമായിരിക്കുന്ന വിശ്വാസ ജീവിതം, വിജയകരമായിരിക്കുന്ന കുടുംബ ജീവിതം, വിജയകരമായിരിക്കുന്ന പ്രിയമുള്ളൊരു സമൂഹ ജീവിതം ഇത് നമുക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശീർവദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഈ കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലഭിച്ച അവസരത്തിനായി സ്തോത്രം. കർത്താവെ, കേട്ട വചനം അത് നമ്മുടെ ജീവിതത്തെ എന്നും വിജയത്തിലേക്ക് നയിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൽ ശരണം വെച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ട കുര്യാക്കോസ് ബ്രദറിലൂടെ നമ്മെ കേൾപ്പിച്ച ശ്രേഷ്ഠമായ ദൂതനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ദൈവമക്കളെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, സ്വയത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരവും അനുഗ്രഹിക്കപ്പെട്ടതുമെന്ന് തിരുവചനത്തിലൂടെ നമ്മെ കേൾപ്പിച്ചു. നമുക്ക് ആ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മല്ലനായ ഗോലിയാത്ത് മുന്നിൽ നിൽക്കുമ്പോൾ ബാലനായ ദാവീദ് അവൻ്റെ നേരെ നിന്നുകൊണ്ട് പറയുന്നു, 1 ശമൂവേൽ 17:45, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരയുടെ ദൈവമായ ബലവാനായ കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. ദൈവമക്കളെ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മല്ലനെ നേരിട്ട പിഞ്ചു ബാലൻ അത്ഭുതകരമായി വിജയിക്കുന്നത് നാം കാണുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിനോട് കൂടെ ജീവിച്ച് ഈ ഭൂമിയിലെ ജീവിതം ജയോത്സവമായി തീർന്നുകൊണ്ട് നിത്യതയിൽ എത്തിച്ചേരാൻ ഓരോരുത്തരെയും കുറിച്ച് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ശുശ്രൂഷകളെല്ലാം അതിന് മുഖാന്തരമായി തീരാൻ പ്രാർത്ഥിക്കുന്നു. മാർച്ച് 5-ാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുന്നു. ധാരാളം മക്കൾ കടന്നു വന്ന് താമസിച്ചുള്ള ധ്യാനത്തിൽ സംബന്ധിച്ച് ആന്തരിക സൗഖ്യം നേടാൻ, ദൈവമേ അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ അവിടുന്ന് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ച ധ്യാനങ്ങൾ യൂട്യൂബിലെ ശനി ഞായർ ദിവസങ്ങളിലെ മെസ്സേജ്, ഹല്ലേലൂയ, ഗൂഗിൾ മീറ്റിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ഓൺലൈൻ ധ്യാനങ്ങൾ എല്ലാം യേശുവയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശുശ്രൂഷകളെല്ലാം ആത്മാക്കളെ നേടുന്ന അതിശ്രേഷ്ഠമായ ശുശ്രൂഷകളാക്കി തീർക്കണമേ. ശുശ്രൂഷ നയിക്കുന്നവരെല്ലാം കരങ്ങളിലെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആലയം ദാനമായി തന്ന മകന് നിത്യശാന്തി നൽകണമേ. കുടുംബത്തെ തലമുറയായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണമേ. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിയുന്ന മാത്യൂസ് മാർ അഫ്രേം പിതാവിന് വേണ്ടിയും ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ വന്യകോറപ്പിസ്കോപ്പ അച്ഛനെയും ബഹുമാനപ്പെട്ട എല്ലാ ആചാര്യന്മാരെയും ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ആത്മായ പ്രേക്ഷിതരെയും മധ്യസ്ഥ പ്രാർത്ഥന നയിക്കുന്നവരെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായി തീരണം. ദൈവമേ, സകല ശുശ്രൂഷകളും സ്വർഗം ഏറ്റെടുക്കണം. ആത്മാക്കൾ സ്വർഗത്തിലെത്തണം. അപ്പാ, ഈ ഒരു ലക്ഷ്യം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ.
ഹല്ലേലൂയ. സകലവും ക്രൂശിൻ്റെ ചുവട്ടിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സോനു മരിയ പീറ്റർ. ആ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബം ഭവനത്തിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ, ദൈവാനുഭവത്തിൽ ജീവിക്കാൻ, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ മക്കളായി തീരാൻ ദൈവമേ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകളുടെ മാതാപിതാക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു, സഹോദരിമാരെ സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള സകല മക്കൾക്കും വേണ്ടി വിശ്വാസത്തോടെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമീൻ.